ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. മെയ് 30 മുതൽ MSI ഇൻഡെക്സ് റീജിഗ് പ്രാബല്യത്തിൽ വരികയാണ്. MSI സ്മോൾ ക്യാപ് ഇൻഡെക്സിൽ 11 സ്റ്റോക്കുകൾ സ്ഥാനം പിടിക്കുമ്പോൾ 22 സ്റ്റോക്കുകൾ MSI സ്മോൾ ക്യാപ് ഇൻഡെക്സിൽ നിന്നും പുറത്തു പോവുകയും ചെയ്യുന്നു. ഇന്റർനാഷണലി ഇന്ത്യയിലെ പൊട്ടൻഷ്യൽ സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്നുള്ള ഒരു ഔട്ട്ലുക്കാണ് നമ്മൾക്ക് MSI ഇൻഡെക്സ് റീജിഗ് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുക. JM ഫിനാൻഷ്യലിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം 11 സ്മോൾ ക്യാപ് സ്റ്റോക്കുകളാണ് ഇൻഡെക്സിൽ സ്ഥാനം പിടിക്കാൻ പോകുന്നത്. ടാറ്റ ടെക്നോളജി, ഹെക്സാവെയർ ടെക്നോളജി, ACME സോളാർ ഹോൾഡിംഗ്സ്, ഓത്തം ഇൻവെസ്റ്റ്മെൻറ്റ്, അദാനി വിൽമാർ അഗ്രി ബിസിനസ്, ഡോക്ടർ അഗർവാൾ ഹെൽത്ത് കെയർ, ഗോദ്രേജ് അഗ്രോവെറ്റ്, IGIL, ലെ ട്രാൻവസ് ടെക്നോളജി, സാജിലിറ്റി ഇന്ത്യ ലിമിറ്റഡ്, സായി ലൈഫ് സയൻസ് തുടങ്ങിയ കമ്പനികളാണ് MSI ഇൻഡെക്സ് റീജിഗ് വഴി സ്മോൾ ക്യാപ് ഇൻഡെക്സിൽ സ്ഥാനം പിടിക്കാൻ പോകുന്നത്. ഇതിൽ JM ഫിനാൻഷ്യലിൻ്റെ കണക്കനുസരിച്ച് ടാറ്റ ടെക്നോളജി, ഹെക്സാവെയർ തുടങ്ങിയ കമ്പനികളിലേക്ക് $16 മില്യൺ ഫണ്ട് ഇൻഫ്ലോയും വരും. 22 സ്റ്റോക്കുകൾ ഇൻഡെക്സിൽ നിന്നും പുറത്തു പോകുന്നുണ്ട്. ആരതി ഡ്രഗ്സ്, ആൾ കാർഗോ ലോജിസ്റ്റിക്സ്, കോറമണ്ടൽ ഇന്റർനാഷണൽ, E2E നെറ്റ്വർക്സ്, ഇലക്ട്രോണിക് സ്മാർട്ട് ഇന്ത്യ, ഗേറ്റ്വേ ഡിസ്ട്രിപാക്സ്, ഗോദ്രേജ് ഇൻഡസ്ട്രീസ്, ഗ്രീൻ പാനൽ ഇൻഡസ്ട്രീസ്, ഗുജറാത്ത് ആൽക്കലീസ് ആൻഡ് കെമിക്കൽ, ഹെയ്ഡൻബർഗ് സിമന്റ്, ഹെമിസ്പിയർ പ്രോപ്പർട്ടീസ്, മോസ്ചിപ്പ് ടെക്നോളജി, NOICL, ഓർക്കിഡ് ഫാർമ, ഒറീസ മിനറൽ ഡെവലപ്മെൻറ്റ്, പൈസാലോ ഡിജിറ്റൽ, പട്ടേൽ എഞ്ചിനീയറിംഗ്, പ്രിൻസ് പൈപ്പ് ആൻഡ് ഫിറ്റിംഗ്സ്, റോസാരി ബയോടെക്, ഷെയർ ഇന്ത്യ സെക്യൂരിറ്റീസ്, ശ്യാം മെറ്റാലിക്സ് ആൻഡ് എനർജി തുടങ്ങിയ സ്റ്റോക്കുകളാണ് MSI ഇൻഡെക്സിൽ നിന്നും പുറത്തു പോകുന്നത്. കൂടാതെ നിലവിൽ MSI ഇൻഡെക്സിലുള്ള ചില സ്റ്റോക്കുകളുടെ വെയിറ്റേജ് വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ക്ലീൻ സയൻസ് ടെക്നോളജി, വെസുവിയസ് ഇന്ത്യ, PTC ഇൻഡസ്ട്രീസ്, നവോമ വെൽത്ത് മാനേജ്മെൻറ്റ്, മൈൻഡ് സ്പേസ് ബിസിനസ് പാർക്സ് RET, ആദിത്യ ബിർള ഫാഷൻ റീറ്റെയിൽ, ആനന്ദ് റാട്ടി വെൽത്ത് തുടങ്ങിയ കമ്പനികളുടെ വെയിറ്റേജ് വർദ്ധിക്കുമ്പോൾ സഫാരി ഇൻഡസ്ട്രീസ്, JSW ഹോൾഡിംഗ്, സെല്ലോ വേൾഡ്, LMW, അസാഹി ഇന്ത്യ ഗ്ലാസ് തുടങ്ങിയ കമ്പനികളുടെ വെയിറ്റേജ് കുറയുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് ഇന്ന് ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട 2 സ്റ്റോക്കുകളെക്കുറിച്ചാണ്. ഈ സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് ടാറ്റ പവർ ഇന്ന് 2% ഉയർന്ന് 398 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 1.27 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 33.35. ടാറ്റ പവറിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 8% വർദ്ധിച്ച് 895 കോടിയിൽ നിന്നും 1042 കോടിയായി ഉയർന്നു. കമ്പനിയുടെ റവന്യൂ ഫ്രം ഓപ്പറേഷനിലും 8% വർധനവുണ്ടായി. 15,846 കോടിയിൽ നിന്നും 17,095 കോടിയിലാണ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഉയർന്നിരിക്കുന്നത്. സീക്വൻഷ്യലി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ 1.2% വളർച്ച ഉണ്ടാവുകയും EBITDA 14% വർദ്ധിച്ച് 3,358 കോടിയിൽ നിന്നും 3,829 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. കൂടാതെ എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 5,000 കോടി എന്ന മൈൽ സ്റ്റോൺ കമ്പനി മറികടക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വർഷം മാത്രം 1 ജിഗാവാട്ട് റിന്യൂവബിൾ എനർജി ഇൻസ്റ്റാളേഷനാണ് കമ്പനി നേടിയെടുത്തത്. അടുത്ത വർഷം 2 ജിഗാവാട്ട് റിന്യൂവബിൾ എനർജി ഇൻസ്റ്റാളേഷൻ അച്ചീവ് ചെയ്യുക എന്നുള്ള ടാർഗറ്റാണ് കമ്പനിക്ക് മുന്നിലുള്ളത്. റൂഫ് ടോപ്പ് സോളാർ ബിസിനസ്സിൽ 1.5 ലക്ഷം ഇൻസ്റ്റാളേഷൻ കമ്പനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. ഇതിൻ്റെ റൂഫ് ടോപ്പ് ഇൻസ്റ്റാളേഷൻ്റെ ടോട്ടൽ കപ്പാസിറ്റി 3 ജിഗാവാട്ടായി ഉയരുകയും ചെയ്തു. തമിഴ്നാട്ടിലുള്ള കമ്പനിയുടെ മൊഡ്യൂൾ മാനുഫാക്ചറിംഗ് പ്ലാന്റിൻ്റെ കപ്പാസിറ്റി 4.3 ജിഗാവാട്ടായി കമ്പനി ഉയർത്തുകയും ചെയ്തു. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് ₹2.25 പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിവിഡൻഡിൻ്റെ റെക്കോർഡ് ഡേറ്റ് ജൂൺ 20. രണ്ടാമത്തെ സ്റ്റോക്ക് ഏഷ്യർ മോട്ടോറാണ്. ഏഷ്യർ മോട്ടോറും ഇന്ന് മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്ത ക്വാർട്ടർലി റിസൾട്ട് കാഴ്ചവെച്ചിട്ടുണ്ട്. കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുന്നോടിയായി സ്റ്റോക്ക് 5,447 ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 5,906, 52 വീക്ക് ലോ 4,253. 52 വീക്ക് ഹൈയിലേക്ക് നീങ്ങാൻ പൊട്ടൻഷ്യലുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ് ഏഷ്യർ മോട്ടോർ. ഏഷ്യർ മോട്ടോറിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 27% വർദ്ധിച്ച് 1,362 കോടിയായി ഉയർന്നു. 1,180 കോടിയുടെ നെറ്റ് പ്രോഫിറ്റാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്ത പെർഫോമൻസ് കമ്പനിക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. റവന്യൂ 23% വർദ്ധിച്ച് 4,286 കോടിയിൽ നിന്നും 5,241 കോടിയിലേക്കെത്തി. കൂടാതെ സെയിൽസ്, അതായത് മോട്ടോർ സൈക്കിൾസിൻ്റെ സെയിൽസ് 23% വർദ്ധിച്ച് 2,82,823 യൂണിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് 2,80,880 യൂണിറ്റായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇനി കമ്പനിയുടെ EBITDA 11% വർദ്ധിച്ച് 1,258 കോടിയായി മാറി. EBITDA മാർജിൻ 26.5 നിന്നും 24%
കോൺട്രാക്റ്റ് ആയിട്ടുണ്ട്. അതേസമയം എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനിയുടെ റവന്യൂവിലും മികച്ച വർധനവ് വന്നിട്ടുണ്ട്. കൂടാതെ 1 മില്യൺ സെയിൽസ് എന്ന ആനുവൽ ടാർഗറ്റ് റോയൽ എൻഫീൽഡ് എന്ന കമ്പനി അച്ചീവ് ചെയ്യുകയും ചെയ്തു. സെയിൽസിൽ 10% വളർച്ചയുണ്ടാവുകയും ഈ വർഷം 1,02,893 റോയൽ എൻഫീൽഡ് ബൈക്കുകൾ ഏഷ്യർ മോട്ടോഴ്സിന് വിറ്റഴിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഡൊമസ്റ്റിക് സെയിൽസിൽ 8% വളർച്ചയ്ക്ക് കമ്പനി കൈവരിക്കുകയും ചെയ്തു. ഇനി എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അവിടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ 14% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 18,870 കോടിയായി മാറുകയും എബിറ്റ 8.9% വർദ്ധിച്ച് 4,712 കോടിയായി മാറുകയും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 18% വർദ്ധിച്ച് 4,734 കോടിയായി മാറുകയും ചെയ്തു. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് 70 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻറ്റും പ്രഖ്യാപിച്ചു. ഈ സ്റ്റോക്കുകളെ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്